റബ്ബും അടിമയുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം തന്നെയാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്മാർ നേരിടുന്ന, മുസ്ലിങ്ങളാകട്ടെ ഏത് ആളുകളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആത്മീയതയുടെ കുറവ് എന്നുള്ളത്. ആളുകൾ ആത്മീയതയുടെ പിന്നിലാണ്. കാരണം ഒന്നും ചെയ്യുന്നില്ല, അവർക്ക് പൂർണ്ണമായ സമാധാനം ഒന്നിനും ലഭിക്കുന്നില്ല. അപ്പോൾ സമാധാനം തേടിപ്പോകുന്ന ഏതിലേക്കാണ്? ഇത്തരം സൂഫി ഗാനങ്ങളിലേക്കും പാട്ടുകളിലേക്കും പോകുക. അവിടെയാണ് അതിൽ കൃത്യമായിട്ട് നമ്മൾ നേടുന്നത്. അതിനെ ചാനൽ ചെയ്ത് കൃത്യമായ ഒരു ലൈനിലൂടെ നമ്മൾ പോകേണ്ടതുണ്ട്. യഥാർത്ഥ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും വരച്ചു കാട്ടിയ ആത്മീയതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുന്നു, അവരെ മാത്രം നമ്മൾ നിഷ്കളങ്കത അർപ്പിച്ച് അള്ളാഹിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിച്ച് ആരും കാണാതെ നമ്മൾ ചെയ്യുന്ന സുജൂദിന് എന്തുണ്ട്? ഒരു ഭംഗി ഉണ്ട് എന്നുള്ളതാണ്. അതിന് നമുക്ക് ഏറ്റവും വലിയ ആത്മനിർവൃത്തി ചെയ്യാൻ പറ്റും. ആ സുജൂദിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് രാത്രി നിസ്കരിക്കുന്ന നിസ്കാരത്തിന് വളരെ വലിയ ആനന്ദവും സുഖവും ഉണ്ട്. അത് അനുഭവിച്ചവർക്കറിയാം. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ദുനിയാവിൽ 3 കാര്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിക്കില്ലായിരുന്നു. അതിലൊന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞത് രാത്രി നിസ്കാരം. അത്രയും സമാധാനം ചെയ്യും രാത്രി നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്ന. അപ്പോൾ അത്തരത്തിലുള്ള നിസ്കാരങ്ങളിലൂടെയാണ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ആത്മനിർവൃത്തി അടയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒന്ന് വാദിച്ചു കഴിഞ്ഞാൽ ഫസിഅ ഇല സ്വലാ, നിസ്കാരത്തിലേക്ക് തരും നബി ഓടിപ്പോകുന്ന. ആ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിലൂടെ ദുനിയാവിനോടുള്ള എല്ലാ അറ്റാച്ച്മെന്റും ചെയ്തു അവിടുന്ന് പോയി. ആ റബ്ബും അടിമയുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം തന്നെയാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ അവർക്ക് ചുറ്റും നടക്കുന്ന ഒന്നിനെ കുറിച്ചും യാതൊരു ബോധവും അവർക്ക് ഉണ്ടാവില്ല. ചില സലഫുകളെ കുറിച്ച് പറയാറുണ്ടായിരുന്നത്, അവർ നിസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ കുടുംബക്കാർക്ക് സംസാരിക്കാനും കളിക്കാർക്ക് തുടങ്ങുന്ന. കാരണം ഇത് നിസ്കാരത്തിൽ കയറി ഇതിന് എന്തറിയില്ല, പുറത്ത് നടക്കുന്നതൊന്നും ഇതിന് അറിയില്ലായിരുന്നു. അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ നിസ്കാരങ്ങൾ ആ രൂപത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെയും നമുക്ക് ആത്മീയ അനുഭൂതി ലഭിക്കും. നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുവരെ ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഒരുപാട് യാത്ര ഉണ്ട്. ഇനിയും അള്ളാഹുവിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടതുണ്ട്.